الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه ومن اتبع هداه إلى يوم الدين. أما بعد، اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها ورزقها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. സഹോദരങ്ങളെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഇസ്തിആദത്തിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. ഈ ഇസ്തിആദത്തിനെ കുറിച്ച് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾ സൂചിപ്പിച്ചു. അള്ളാഹു 3 സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനോട് ഇസ്തിആദത്ത്, പിശാചിൽ നിന്ന് ഇസ്തിആദത്ത് തേടാൻ പറഞ്ഞു. സൂറത്തുൽ അറാഫിലും സൂറത്തുൽ മുഅ്മിനൂനിലും സൂറത്തു ഫുസ്സിലത്തിലും. ഈ 3 സ്ഥലങ്ങളിലും അള്ളാഹു മനുഷ്യരിലെ ശത്രുവിനോട് എങ്ങനെ പെരുമാറണം എന്നും പഠിപ്പിച്ചു. കാരണം അവന്റെ നല്ല പെരുമാറ്റത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അവന് നന്മ ചെയ്തു കൊടുക്കുക. ഏറ്റവും നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ നിന്റെ കടുത്ത ശത്രുവായിരുന്നവൻ പോലും നിന്റെ അടുത്ത മിത്രമായി മാറുന്നത് നിനക്ക് കാണാം. അതിന്റെ ആളുകൾക്കല്ലാതെ, ക്ഷമാശീലർക്കല്ലാതെ, മഹത്തായ ഭാഗ്യം കിട്ടിയവർക്കല്ലാതെ അത് സാധിക്കുകയില്ല. അതാണ് മനുഷ്യരിലെ ശത്രുക്കളോടുള്ള പെരുമാറ്റം. അവൻ നേരെ മിത്രമായി മാറും. എന്നാൽ പിശാച് അങ്ങനെ അവന് നന്മ ചെയ്തു കൊടുത്തുകൊണ്ട് അവന്റെ സ്വഭാവം മാറാൻ പോകുന്നില്ല. അവൻ നമ്മൾ നശിച്ചാലല്ലാതെ അവൻ വെറുതെ ഇരിക്കുകയില്ല. കാരണം അവന്റെ ശത്രുത അവന്റെ ജന്മനാ ഉള്ള ശത്രുത. യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. ആദമിന്റെ പുത്രരെ, മനുഷ്യരെ, നിങ്ങളുടെ ഉപ്പാനെയും ഉമ്മാനെയും ഫിത്നയിൽ അകപ്പെടുത്തിയതുപോലെ പിശാച് നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. അവരെ സ്വർഗത്തിൽ നിന്ന് അവൻ പുറത്താക്കിയതുപോലെ അവൻ നിങ്ങളുടെ ശത്രുവായി സ്വീകരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് അവനോട് നന്മ അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല. മറിച്ച് അവനിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക എന്നല്ലാതെ വേറൊരു വഴിയും ഇല്ല. അള്ളാഹു മാത്രമാണ് അവനിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കേണ്ടവൻ. എന്നാൽ മനുഷ്യരോട് നേരെ തിരിച്ചും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇതിനുള്ള ചെറിയ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. സഹീഹ് മുസ്ലിമിൽ 1057 നമ്പറായി ഹദീസ് നമുക്ക് കാണാം. സഹാബി പറയുകയാണ്, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു അംശി മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടക്കുകയായിരുന്നു. വഅലൈഹി റിദാഉൻ നജറാനിയുൻ ഗലീദുൽ ഹാശിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ, ചുമലിൽ നജറാനിൽ നിന്ന് കൊണ്ടുവന്ന പരുത്ത ഒരു തക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്നു. അത് കുറച്ച് പരുക്കനാണ്. ഫഅദറകഹു അറാബിയുൻ. അപ്പോൾ ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ വന്നു. ഫഅജബദഹു ബിരിദാഇഹി ജബ്ദതൻ ശദീദ. റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്ന് അയാളെ പിടിച്ച് ശക്തിയായ ഒരു വലി വലിച്ചു. വലിച്ചു. അറാബിയാൻ, സംസ്കാരമില്ലാത്ത, മര്യാദകൾ അറിയാത്ത ആളാണ്. അയാൾ പിടിച്ചു വലിച്ചു. നളർതു ഇലാ സഫഹത്തി ഉനുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിങ്ങനെ നോക്കി. വഖദ് അസ്തറത് ബിഹാ ഹാശിയത്തുർ റിദാ മിൻ ശിദ്ദതി ജബ്ദതിഹി. അയാളുടെ ബലി കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിങ്ങനെ കോറി അതിന്റെ പാട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ വലിയാണ് അയാൾ വലിച്ചത്. തുമ്മഖാൽ, എന്നിട്ട് പറയുന്നെന്താ, യാ മുഹമ്മദ് മുർലി മിൻ മാലില്ലാഹി അല്ലദീ ഇൻദക്. ഇതിർത്ത് കുറെ അള്ളാഹ്ക്ക് കുറെ പൈസ തന്നിട്ടില്ലേ, കുറച്ച് എനിക്ക് തരാൻ പറയും എന്ന് അത് യാചിക്കാൻ വന്നതാണ്. എങ്ങനെ ചോദ്യത്തിന്റെ ശൈലി എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോ തട്ടം പിടിച്ച് വലിച്ചിട്ട് യാ മുഹമ്മദ് വിളിക്കുന്നത് അങ്ങനെയാണ്. യാ മുഹമ്മദ്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിളിക്കാറില്ല. യാ റസൂൽ അല്ലാഹ്, യാ നബി അല്ലാഹ് എന്നാണ്
വിളിക്കാറുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ലാ തജഅലു ദുആ റസൂൽ കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ ചിലരെ വിളിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾ വിളിക്കാൻ പാടില്ല. യാ റസൂൽ അല്ലാഹ്, യാ നബി അല്ലാഹ്, യാ മുഹമ്മദ് എന്ന് അള്ളാഹു വിളിച്ചിട്ടില്ല. ബാക്കി പ്രവാചകന്മാരെ അള്ളാഹു വിളിച്ചത് കാണാൻ പരിശുദ്ധ ഖുർആനിൽ. യാ ആദം, യാ നൂഹ്, യാ നൂഹ് ബിസലാമിൻ മിന്നാ വബറകാത്തിൻ, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, അല്ലേ? യാ ഇബ്രാഹിം വനാദൈനാഹു അൻ യാ ഇബ്രാഹിം, യാ മൂസ, അല്ലേ? വമാ തിൽക ബിയമീനിക യാ മൂസ. അങ്ങനെ പ്രവാചകന്മാർ അള്ളാഹു പേര് വിളിച്ചത് കാണാം. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഒരു പദവി നൽകിയതാണ്. ഇയാൾ വിളിക്കുന്ന യാ മുഹമ്മദ്, കുറച്ച് പൈസ തരാൻ പറയും എന്ന് പറഞ്ഞു. നമ്മളാണ് എന്ത് ചെയ്യും? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഇങ്ങനെ ഒരു വലിയും വിളിച്ചിട്ട് എന്തെങ്കിലും തരാൻ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബി പറയുകയാണ്, ഫൽതഫത ഇലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഹിക്. റസൂലുള്ളാഹി അയാളെ തിരിഞ്ഞു നോക്കി, നബി അയാളോട് പുഞ്ചിരിച്ചു. ثم امر له بعطاء. അയാൾക്ക് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയും. സുബ്ഹാനല്ലാഹ്. ഇതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം. നമുക്ക് പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്, ജീവിതത്തെ പാലിക്കുവാൻ വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അദീം. മഹത്തായ ഭാഗ്യം കിട്ടിയാലല്ലാതെ സാധിക്കുകയില്ല. അല്ലാഹു ആ സ്വഭാവത്തിൽ നമ്മൾ എത്തിച്ചു തരുമാറാകട്ടെ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നീ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇതാ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂൽ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ സാധിക്കാത്ത നബിയാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം തൽപരനാണ്, താല്പര്യമുള്ള ആളാണ്, തിരിഞ്ഞു കളയുന്ന, നിങ്ങൾ അവഗണിക്കുന്ന ആളാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് ദയവും കാരുണ്യവുമുള്ള പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂലുള്ളാഹിനെ പുകഴ്ത്തി പറഞ്ഞതാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബ് ലം ഫദ്ദൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു പറഞ്ഞതാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള റഹ്മത്തൊന്നുകൊണ്ട് മാത്രമാണ് ലിൻത ലഹും, താങ്കൾ അവരോട് വളരെ സൗമ്യമായി കാരുണ്യത്തോടെ പെരുമാറുന്നത്. വലൗ കുൻത ഫദ്ദൻ, താങ്കളെങ്ങാനും ഒരു പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ, ഗലീദൽ ഖൽബ്, കടുത്ത ഹൃദയത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ, ലം ഫദ്ദൂ മിൻ ഹൗലിക്, അവരൊക്കെ നിന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അള്ളാഹു പറയുന്നു, ഈ സ്വഭാവം മാറ്റരുത്. ഫഅഫു അൻഹും, അവരോട് വിട്ടുവീഴ്ച ചെയ്യുക. ഫഅഫു അൻഹും, മറ്റൊരാഴ്ചയിൽ അള്ളാഹു പറഞ്ഞു ഫഅഫു അൻഹും വസ്ഫഹ്, അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കുക. വസ്ഫഹ് എന്താണ്? ഇസ്ഫഹ് എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ പേജ് മറിക്കുമല്ലോ, അതിന് പറയും സഫഫഹ് എന്നൊക്കെ പറയുന്ന വാക്ക്. അങ്ങനെ അങ്ങനെ വിട്ടു കളഞ്ഞേക്ക്, ഒഴിവാക്കുക. അബദ്ധങ്ങൾ, അപാകതകൾ അത് നടക്കാത്തതുപോലെ അങ്ങ് മറിച്ചു കളഞ്ഞേക്കുക. ഫഅഫു അൻഹും, അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കുക. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടുക. വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങളിൽ അവരോട് കൂടിയാലോചിക്കുക. ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയാണ്, അവരോട് കൂടി ഒരു കാര്യം ആലോചിക്കുക എന്നുള്ളത് അവരോട് കാണിക്കുന്ന സൗമ്യതയുടെ ഭാഗമാണ്. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, എന്നിട്ട് തീരുമാനമെടുത്താൽ പിന്നെ അല്ലാഹു തവക്കലാക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹു തവക്കലാക്കുന്നവർ ഇഷ്ടപ്പെടുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്സനിൻ നാസി ഖുലുഖാ, ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. ഫഅർസലനി യൗമൻ ലിഹാജ, ഒരിക്കൽ നബി എന്നെ ഒരു ആവശ്യത്തിന്, ഒരു കാര്യത്തിന് വേണ്ടി അയച്ചു. നബിയുടെ ഖാദിമാണ് ആര്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, സേവകനാണ്. ഫഖുൽതു വല്ലാഹി ലാ അദ്ഹബ്, അനസ് ചെറിയ കുട്ടി, 10 വയസ്സുള്ളപ്പോ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആക്കിയതാണ്. അനസ് പറയുന്നുണ്ട്, എനിക്ക് 20 വയസ്സുള്ളപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ചെറിയ കുട്ടിയായിരുന്നു. നബി ഒരിക്കൽ എന്റെ ആവശ്യത്തിന് അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പോല,
അല്ലാഹി ലാ അദ്ഹബ്, ലാ ഞാൻ പോകില്ല. വഫീ നഫ്സി അൻ അദ്ഹബ് ലിമാ അമറനി ബിഹി നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നബി എന്നെ അയച്ച കാര്യത്തിന് പോകണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. നബിയോട് എന്ത് പറഞ്ഞു? ഇല്ല, ഞാൻ പോകില്ലാന്ന് പറഞ്ഞു. ചെറിയ കുട്ടിയാണ്. ഫഖറജ്തു ഹത്താ അമുറ അലാ ഖിബിയാനിൻ വഹും യൽഅബൂന ഫിസ്സൂഖ്. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും നബിയോട് പറയാതെ ഞാൻ എന്ത് ചെയ്തു? അതിനുവേണ്ടി പോയി. നബി പറഞ്ഞ ആവശ്യത്തിന് പുറപ്പെട്ടു. അങ്ങനെ ഞാൻ വഴിവക്കിൽ വെച്ച്, സൂക്കിൽ വെച്ച്, അങ്ങാടിയിൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അതിനടുത്തെത്തിയപ്പോൾ فإذا رسول الله صلى الله عليه وسلم قد قبض بقفايا من ورائي. നബി പിന്നിലൂടെ വന്ന് എന്റെ രണ്ട് ചുമലും ഇങ്ങനെ പിടിച്ചു. قال فنظرت إليه وهو يضحك. ഞാൻ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പുഞ്ചിരിക്കുകയായിരുന്നു. فقال يا أنيس. അനസിനെ എന്താ വിളിക്കുന്നത്? ഉനൈസ്, കുഞ്ഞനസ എന്നാണ് അതിന്റെ അർത്ഥം. പേരുകൾ അങ്ങനെ ആക്കി വിളിക്കാം. അങ്ങനെ ആക്കിയാൽ അത് ചെറിയ അർത്ഥം കിട്ടും. ഇപ്പൊ ഷെരീഖ്, കൂട്ടുകാരൻ എന്നാണ് അർത്ഥം. പങ്കാളിയിൽ ആ ശരീക്കളെന്ന് കിട്ടും. ഷുറൈഖ് എന്ന് പറഞ്ഞാലോ കൊച്ചു കൂട്ടുകാരൻ. ജമീൽ, ഭംഗിയുള്ളവൻ. ജുമൈൽ, കൊച്ചു സുന്ദരൻ. തിഫിൽ, ചെറിയ കുട്ടിയാണ്. തുഫൈൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ചെറിയ കുട്ടി. ഹസൻ, ഹുസൈൻ, ആരാ മൂത്തത്? ഹസൻ എന്നതുപോലെ. അപ്പൊ അതുപോലെ അനസ്, ഉനൈസ്, ഉനൈസ് അദഹബ്ത ഹൈസു അമർതുക്. ഞാൻ പറഞ്ഞിടത്തേക്ക് നീ പോയോ? ഖാല ഖുൽതു നഅം. ഞാൻ പറഞ്ഞു അതെ. അന അദ്ഹബ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഖദംതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. ഞാൻ 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സേവനമനുഷ്ഠിച്ചു. ഫമാ ഖാല ലീ ഉഫ്ഫിൻ ഖത്തു. ഈ 10 കൊല്ലത്തിന്റെ അടുക്ക് ഒരു പ്രാവശ്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് എന്ത് പറഞ്ഞിട്ടില്ല? ഉഫ്. എന്താ ഉഫിന്റെ അർത്ഥം? ഉമ്മാനോട് പറയരുതെന്ന്, ഉപ്പാനോട് പറയരുതെന്ന് ഖുർആനിലില്ലേ? ഇമ്മാ യബ്ലുഗന്ന ഇൻദക അൽ-കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ. മാതാപിതാക്കളോട് ഉഫ് എന്ന് വരെ പറയരുതെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പോലും പറഞ്ഞില്ല, സേവകനോട്, ഖാദിമിനോട് പോലും പറഞ്ഞില്ല. ഫമാ ഖാല ലി ഉഫ്ഫിൻ ഖത്തു വലാ ലിശൈഇൻ صنعته لما صنعته ولا لشيء تركته لما تركته. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്തിനാ അങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാതിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്താ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്സനി الناس ഖുലുഖാ. ആരാ പറയുന്നത്? അനസ് ബിൻ മാലിക്. നബിക്ക് സേവനം ചെയ്ത ആളാണ് പറയുന്നത്. ഇതിൽ നിന്ന് മാതൃകയാണ്. ജനങ്ങളോട് എങ്ങനെ പെരുമാറണം. സൽസ്വഭാവത്തിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള നിർവചനം, ഞാൻ എന്നോട് ജനങ്ങൾ എങ്ങനെ പെരുമാറണം എന്നാഗ്രഹിക്കുന്നുവോ അങ്ങനെ ഞാൻ അങ്ങോട്ട് പെരുമാറുക. സുബ്ഹാനല്ലാഹ്, ഇത് പറയാൻ വളരെ എളുപ്പമാണ്. ഇതിൽ നിങ്ങളെക്കാളും മുൻപനായത് കൊണ്ടല്ലേ ഇത് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വസിയ്യത്തായി മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ അതിലേക്ക് എത്തിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, أنا زعيم ببيت في ربض الجنة لمن ترك المراء وإن كان محقا. സ്വർഗത്തിന്റെ ഓരത്തൊരു വീടുണ്ടെന്ന് ഞാനിതാ ഉറപ്പു പറയുന്നു. ആർക്കാണ്? സത്യം തന്റെ കൂടെയാണെന്ന് അറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിച്ചവന്. അനാവശ്യമായ തർക്കങ്ങൾ ഉപേക്ഷിക്കണം. തർക്കിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് തർക്കിക്കരുത്. സത്യം അറിയാൻ വേണ്ടി വരുന്ന ആളുകളോട് മാത്രം സംസാരിക്കാം. തർക്കിക്കാൻ വേണ്ടിയാണ് വരുന്നതെന്ന് അവനോട് കുറച്ചു സമയം സംസാരിച്ച് മനസ്സിലാവും. ബുദ്ധിയുള്ള ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവൻ ഒഴിവാക്കുക. ജയിക്കാൻ വേണ്ടി വരുന്നതാണ്, പഠിക്കാൻ വേണ്ടി വരുന്നതല്ല. നല്ല ആളുകൾ ഒഴിവാക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ടെന്ന് ഞാനിത് ഉറപ്പു പറയുന്നു. തമാശ പറയുമ്പോൾ പോലും കളവ് പറയാത്ത ആളുകൾക്ക്. സ്വർഗത്തിന്റെ ഏറ്റവും മുകളിൽ ഒരു വീടുണ്ടെന്ന് ഞാനിതാ ഉറപ്പു പറയുന്ന ആർക്കാണ്? സ്വന്തം സ്വഭാവം ആരാണോ നന്നാക്കിയത് അവന്. നന്നാക്കാൻ പറ്റും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വഇന്നമൽ ഹിൽമു ബിത്തഹല്ലും. റസൂലുള്ളാഹി പറഞ്ഞതാണ്, അറിവ് പഠിച്ചു മാത്രം നേടിയെടുക്കാൻ പറ്റിയ കാര്യമാണ്. സഹനം, ക്ഷമ എന്നുള്ളത് ക്ഷമിച്ച് മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ചില ആളുകൾക്ക് അള്ളാഹു പ്രകൃതിയെ കൊടുത്തിട്ടുണ്ടാവും നല്ല സ്വഭാവം. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ. റസൂലുള്ളാഹി പറഞ്ഞു, താങ്കളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന 2 സ്വഭാവങ്ങളുണ്ട്. സഹാബി ചോദിച്ചു, എങ്ങനെയാണ്? എനിക്കിത് അള്ളാഹു ആദ്യം തന്നതാ? അതെ, അള്ളാഹു ആദ്യമേ തന്നതാണ്.
പകരം കൊടുത്ത ആളുകളുണ്ടാവും. അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് എന്ത് വേണ്ടി വരും? പരിശീലിച്ചത് മാറ്റിയെടുക്കേണ്ടി വരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. ഇതാണ് മനുഷ്യരോടുള്ള ശത്രുക്കളോടുള്ള നിലപാടെങ്കിൽ പിശാചിൽ നിന്ന് രക്ഷ തേടാൻ അള്ളാഹുവിനോട് രക്ഷ തേടാതെ വേറൊരു വഴിയുമില്ല. അൻ സുലൈമാൻ ഇബ്നു സുറത്ത്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസാണ്. 3282 നമ്പറായി സഹീഹുൽ ബുഖാരിയിൽ കാണാം. പറയുകയാണ് ആ സഹാബി സുലൈമാൻ ഇബ്നു സുറത്ത്, قال كنت جالسا مع النبي صلى الله عليه وسلم, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ورجلان يستبان, രണ്ടാളുകൾ പരസ്പരം ചീത്ത വിളിക്കുന്നു, രണ്ടാളുകൾ തല്ലുകൂടുന്നു. فاحدهما احمر وجهه, അങ്ങനെ ചൂടായി ഒരാളുടെ മുഖം ചുവന്നു, ദേഷ്യം പിടിച്ചിട്ട് മുഖം ഇങ്ങനെ ചുവന്നു കണ്ടു. وانتفخت أوداجه فقال النبي صلى الله عليه وسلم إني لأعلم كلمة لو قالها ذهب عنه ما يجد. അങ്ങനെ അയാളുടെ മുഖം ചുവന്നു, ഞരമ്പൊക്കെ ഇങ്ങനെ ആവാൻ തുടങ്ങി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കൊരു വാക്കറിയാം, അയാൾ അത് പറഞ്ഞിരുന്നുവെങ്കിൽ, ഈ മനുഷ്യൻ അതെങ്ങാനും പറഞ്ഞാൽ ذهب عنه ما يجد, അത് ആ കാണുന്ന അയാളുടെ കോപം അത് മാറിയേനെ. ലൗ ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ ذهب عنه ما يجد, എന്ത് പറയണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ അവിടെ ആ ദേഷ്യം പോകുമായിരുന്നു. ഫഖാല, സഹാബിമാർ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. അയാളോട് പോയി പറഞ്ഞു, ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ തഅവദ് ബില്ലാഹി മിനശ് ശൈത്താൻ, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് പിശാചിൽ നിന്ന് രക്ഷ തേടാൻ പറയുന്നു എന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഇയാൾ പറയണം, ഫഖാല ഹൽ ബി മിൻ ജുനൂൻ, ഹൽ ബി ജുനൂൻ, എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ജുനൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ, ജിന്ന് ബാധിച്ചവൻ. ആ വാക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. ജിനൂൻ പിശാച് കത്തുവരെ, എനിക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് ഇയാൾ തിരിച്ചു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൽപ്പന കേൾക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. ഈ ഹദീസിന്റെ വിശദീകരണങ്ങളിൽ കാണാൻ അയാളൊരു മുനാഫിഖായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും അത് ചെയ്യാതിരുന്നത് അതുകൊണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചിൽ നിന്ന് രക്ഷ തേടാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഒരുപാട് സന്ദർഭങ്ങളിൽ ഇത് പറയാൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ദുസ്വപ്നം കണ്ടാൽ അല്ലെ, അത് പിശാച് കാണിച്ചു തരുന്നതാണ്. ഇടതു ഭാഗത്തേക്ക് 3 തവണ തുപ്പണം, പിശാചിൽ നിന്ന് രക്ഷ തേടണം, ആരോടും പറയരുത്. നല്ല സ്വപ്നം കണ്ടാലോ അള്ളാഹു കാണിച്ചു തരുന്നതാണ്, ഇഷ്ടപ്പെട്ട ആളുകളോട് പറയാം. മുഅ്മിനിന്റെ നല്ല സ്വപ്നം പ്രവാചകത്വത്തിന്റെ അംശങ്ങളിലൊന്നാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലാഹു പിശാചിന്റെ ഒരു വിശേഷണമായി പറഞ്ഞിട്ടുള്ള എന്താണ്? റജീം എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നു കസീർ പറയുന്നു, ഐ അന്നഹു മർജൂമുൻ മത്റൂദുൻ അനിൽ ഖൈരി കുല്ലിഹി, എല്ലാ ഖൈറിൽ നിന്നും ആട്ടിയകറ്റപ്പെട്ടവനാണ് ആര്? പിശാച്. മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ അവനെ എറിഞ്ഞാട്ടിയിട്ടുണ്ട്. വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ. ആ അർത്ഥത്തിൽ അങ്ങനെ, അത് സൂറത്തുൽ മുൽക്ക് നമ്മൾ മുമ്പ് വിശദീകരിച്ചതായതുകൊണ്ട് ആ വിഷയം നമ്മൾ പറയുന്നില്ല. ഒരുപാട് ഹദീസുകൾ പറഞ്ഞ് നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഇസ്തിആദത്ത് നടത്തിയ ചില രൂപങ്ങൾ കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് തന്നെ പറയണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ പറയും അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്താനിർ റജീം. അത് റസൂലുള്ളാഹിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട് 775 നമ്പറായി. അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്താനിർ റജീം. അത് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അള്ളാഹു ഇസ്തിആദത്ത് തേടാൻ പറഞ്ഞ ആയത്തുകൾ നോക്കി, വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. നിനക്ക് പിശാചിൽ നിന്ന് എന്തെങ്കിലും ദുർബോധനമുണ്ടായാൽ അള്ളാഹുവിനോട് രക്ഷ തേടുക, അവൻ സമീഅാണ്, അലീമാണ്, എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് രക്ഷ തേടിയപ്പോ ചില മനുഷ്യ പിശാചുക്കളിൽ നിന്ന്, ആ സ്ത്രീകളിൽ നിന്ന് രക്ഷ തേടിയല്ലോ. ഖാല റബ്ബി സിജ്നി അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണ്. ഖാല യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, അസ്സിജ്നു അഹബ്ബു ഇലയ്യ, ജയിലാണ് എനിക്കിഷ്ടം, മിമ്മാ യദഊനനി ഇലൈഹി, ഇവരെന്നെ വിളിക്കുന്ന വ്യഭിചാരത്തെക്കാൾ.
വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ അസ്ബു ഇലൈഹിൻ വഅകും മിനൽ ജാഹിദീൻ. അല്ലാഹു അവരുടെ കുതന്ത്രത്തെ നീ എന്നിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അവരിലേക്ക് ചാഞ്ഞുപോകും, ഞാൻ ജാഹിലുകളിൽ പെട്ടുപോകും. എന്താ അല്ലാഹു പറഞ്ഞത്? ഫസ്തജാബ ലഹു റബ്ബുഹു വസറഫ അൻഹു കൈദഹുൻ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. ആ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ അവരുടെ കുതന്ത്രത്തെ അല്ലാഹു നീക്കി, അല്ലാഹു രക്ഷിച്ചു. അവൻ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നത്. സമീഉ അലീം, അത് വരാറില്ല നമുക്ക് അങ്ങനെ കേൾക്കാൻ. നമ്മൾ പറയുന്നത് എല്ലാം കേൾക്കാൻ, എല്ലാം അറിയാൻ, നമ്മുടെ എല്ലാ വിഷമങ്ങളും ഒരാളോട് ഒരു മനുഷ്യനോട് ചിലപ്പോ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുത്താലും അയാൾക്ക് മനസ്സിലാവില്ല. ഈ നമുക്ക് ചിലപ്പോൾ കുറെ പറയണമെന്നുണ്ടാവും, എന്നാലും നമുക്ക് പറയാൻ കഴിയൂല, നമ്മുടെ വികാരം പ്രകടിപ്പിക്കാൻ കഴിയൂല. അല്ലാഹു അറിയുന്നവനാണ്, അല്ലാഹു അറിയുന്നു, മനസ്സിലുള്ളത് അല്ലാഹു അറിയുന്നു. അലമു ഖായിനത്തുൽ അയുൻ വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടവും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നവനാണ് അല്ലാഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്സിഹി വനഫ്ഖിഹി വനഫ്സിഹി വനഫ്ഖിഹി വനഫ്സിഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടുക. അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. വേറൊരു റിപ്പോർട്ട് ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്വാനിർ റജീം വഹംസിഹി വനഫ്സിഹി വനഫ്സിഹി. ഇത് നിസ്കാരത്തിൽ ചൊല്ലാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇങ്ങനെ പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, മനസ്സിലല്ലോ. ഞാൻ പറയാം, അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു, സമീഉം അലീമുമായ അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു പിശാചിന്റെ 3 കാര്യങ്ങളിൽ നിന്ന്. മിൻ ഹംസിഹി വനഫ്സിഹി വനഫ്സി. ഹംസ് എന്ന് പറഞ്ഞാൽ അതിന് മുൻഗാമികൾ ഒരുപാട് ആളുകൾ ഈ 3 വാക്യം വിശദീകരിച്ചിട്ടുണ്ട്. ഹംസ് എന്ന് പറഞ്ഞാൽ അൽ മൗത എന്ന് പറഞ്ഞാൽ അവന്റെ കെടുതികൾ. ഖൻഖ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ശ്വാസം മുട്ടിക്കൽ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള അവന്റെ ഉപദ്രവങ്ങളിൽ നിന്നും അവൻ ഉണ്ടാക്കുന്ന കെടുതികളിൽ നിന്നും. വനഫ്സിഹി, നഫ്സ് പറഞ്ഞാൽ ഉലമാക്കൾ അതിന് അർത്ഥം കൊടുത്തിട്ടുണ്ട് അവന്റെ കിബിർ. കിബിർ എന്താ? അവന്റെ അഹങ്കാരം, കിബിർ. നഫ്സ് പറഞ്ഞാൽ അവന്റെ ഷിഅർ എന്നാണ് അർത്ഥം കൊടുത്തത്. ഷിഅർ പറഞ്ഞാൽ അവന്റെ കവിത, അവന്റെ രാഗം. നമ്മളെ തെറ്റിക്കാൻ പല പല ആയുധങ്ങൾ അവന്റെ കയ്യിലുണ്ട്. വാജിബ് അലൈഹിം ബിഖൈരിക വറജിലിക. അല്ലാഹു പറഞ്ഞല്ലോ, നീ നിന്റെ കുതിരപ്പടയും കാലാൾപ്പടയും ഒക്കെ അവരെ നേരെ കൊണ്ടുപോയിക്കോളൂ. അവന് കുതിരപ്പടയുണ്ട്, കാലാൾപ്പടയുണ്ട്, സൈന്യങ്ങളുണ്ട്. അവന്റെ വെള്ളത്തിൽ അവന്റെ കൊട്ടാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇബ്ലീസിന്റെ കൊട്ടാരം ഇവിടെ വെള്ളത്തിലാണ്. അങ്ങനെ ആ കൊട്ടാരത്തിൽ നിന്ന് അവന്റെ ശിങ്കിടികളെ പറഞ്ഞേക്കും മനുഷ്യരിലേക്ക്. എന്തിന്? അവരെ തെറ്റിക്കാൻ വേണ്ടി. അങ്ങനെ ഇവർ ഓരോരുത്തരും ചെയ്ത ഓരോ കാര്യങ്ങൾ ഇബ്ലീസിന്റെ അടുത്ത് വന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇത്ര കൊണ്ട് കള്ളുടിപ്പിച്ചു, വ്യഭിചരിപ്പിച്ചു, അങ്ങനെ ചെയ്തു. അപ്പൊ ഒന്നും ചെയ്താൽ മൈൻഡ് ചെയ്യൂല, ഇബ്ലീസ് മൈൻഡ് ചെയ്യൂല. ഒരാൾ വന്നിട്ട് പറയുന്നത്, ഞാൻ ഇന്നൊരു ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ചു. അപ്പൊ ഇബ്ലീസ് അയാളോട് പറയും, നീയാണ് ആൺകുട്ടി എന്ന് പറഞ്ഞവനെ അഭിനന്ദിക്കും. അത്ര നല്ല ആളാണ് എന്ന് പറഞ്ഞവനെ അഭിനന്ദിക്കും. കാരണം വലിയ ഷർറിന് കാരണമാകും അത്. അല്ലാഹു അലം, അത് ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു ഹദീസാണ്. അപ്പൊ അങ്ങനെ സൈന്യങ്ങളും ഒരുപാട് കുതന്ത്രങ്ങൾ പല നിലക്ക് അവന്റെ നെറ്റ്വർക്ക് ഈ ലോകത്തുണ്ട്. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരു രക്ഷ തേടലാണ് ഈ പ്രാർത്ഥന. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹയിലെ 1-ാമത്തെ ആയത്താണ്. എന്താ ബിസ്മില്ലാന്റെ അർത്ഥം? ബിസ്മില്ലാ, അള്ളാഹുവിന്റെ പേരുകൊണ്ട്, അള്ളാഹുവിന്റെ നാമത്തിൽ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അള്ളാഹു ആദ്യം അവതരിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി അവതരിപ്പിച്ച ആയത്തുകളിൽ തന്നെ ഉണ്ട് ഇഖ്റ, നീ ഓതുക, വായിക്കുക. വായിക്കുക, പഠിക്കുക എന്നുള്ളതിന്റെ പ്രാധാന്യം അതിന് മാത്രം നമുക്ക് മനസ്സിലാവും. ദീൻ പഠിക്കുന്നതിന്റെ ചില ആളുകൾ ഭൗതിക വിജ്ഞാനം പഠിക്കാൻ വേണ്ടി ഈ ആയത്തോതും. ഭൗതിക വിജ്ഞാനം പഠിക്കുന്നതല്ല, പക്ഷെ പകല് മുഴുവൻ ദീനിയായ എലിമിനാണുള്ളത്. ഭൗതിക വിദ്യാഭ്യാസം മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ട തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ
ഇത് മറക്കരുത്. ഇതാണ് ഏറ്റവും പ്രാധാന്യം ഇതിനാണുള്ളത്. ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാൻ, റഹ്മാനായ. അർ റഹീം, റഹീമായ. അത് വിശദീകരിക്കേണ്ടതാണ്. മലയാളത്തിൽ പരമകാരുണികൻ എന്ന് റഹ്മാൻ നമ്മൾ അർത്ഥം പറയാറുണ്ട്. വളരെ ചുരുങ്ങിയ ഒരർത്ഥമാണ്. അതിന്റെ വിശാലത ഉൾക്കൊള്ളാൻ പോകുന്ന ഒരു വാക്കല്ല. അർ റഹീം, കരുണാനിധി എന്നർത്ഥം അതിന് പറയാറുണ്ട്. മലയാളത്തിന്റെ പരിമിതി കൊണ്ട് അതിന്റെ മുഴുവൻ ആശയങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നില്ല. ഈ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ സ്ഥിരം ഓതുന്നതാണ്. ബിസ്മില്ലാഹ് അർ റഹ്മാൻ, റ എന്നങ്ങനെ ഉച്ചരിക്കണം. റ ഉച്ചരിക്കണം. അർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വേണം ഓതാൻ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പേര്. അള്ളാഹു ആരാൻ? അർ റഹ്മാൻ അർ റഹീം. അള്ളാഹു എന്ന പേരിനോട് ചേർത്താണ് അള്ളാഹുവിന്റെ ബാക്കി വിശേഷണങ്ങളൊക്കെ പറയാറില്ല. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു സമീആൻ, അള്ളാഹു അലീം എന്നാണ് പറയാറുള്ളത്. നേരെ തിരിച്ചു പറയാറില്ല. അലീം അള്ളാഹു എന്ന് അള്ളാഹു പറയാറില്ല. وكان الله غفور رحيما إن الله غفور رحيم إن الله هو السميع العليم. ഇങ്ങനെ അള്ളാഹു എന്ന പേരിനോട് ചേർത്താണ് ബാക്കി മുഴുവൻ പറയാറുള്ളത്. അള്ളാഹ് എന്ന് പറയുന്നത് ജലാലത്തിന്റെ ഇസ്മാണ്, ബഹുമാനിക്കേണ്ട ഇസ്മാണത്. അത് എഴുതിയ പേപ്പറോ കൊണ്ട് എന്ത് പാടില്ല, നമ്മള് ടോയ്ലറ്റിലേക്ക് പോകാൻ പാടില്ല. ജലാലത്തിന്റെ ഇസ്മ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെവിടെ ആയാലും അത് നമ്മൾ ബഹുമാനിക്കേണ്ട, ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മോതിരം ഉണ്ടായിരുന്നു, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് എഴുതിയ മോതിരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്യും? അത് ഊരി വെക്കും, എന്നിട്ട് മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ. ജലാലത്തിന്റെ ഇസ്മ അതിലുള്ളത് കൊണ്ടാണ്. ബിസ്മില്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന അള്ളാഹ് എന്ന ഇസ്മതിൽ ഉള്ളത് കൊണ്ടാണ്. ഒരുപാട് പ്രത്യേകതകൾ അള്ളാഹ് എന്ന വാക്കിനുണ്ട്. മാത്രമല്ല ഒരുപാട് പ്രത്യേകതകൾ, ചില ഹദീസുകൾ ഞാൻ കേൾപ്പിക്കാൻ, എല്ലാം കൂടി നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലും عن أبي المليح عن رجل قال كنت رديف النبي صلى الله عليه وسلم. സഹാബി പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റദീഫ് ആയിരുന്നു. റദീഫ് പറഞ്ഞാൽ സഹയാത്രികൻ, കൂടെ വരെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് എന്ത് പറയും? റദീഫ്. فعثرت دابة فقلت تعيس الشيطان. ശൈത്താനെ ചെറുതാക്കാൻ വേണ്ടി പണ്ട് ഈ ഹദീസ് പറയാറുണ്ട് ചില ആളുകൾ. പക്ഷെ കേൾക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഒരു മൃഗം അത് ഇരുന്ന് കളഞ്ഞു. യാത്രക്കിടയിൽ ഡിഗ്ഗണ എന്ന് പറയില്ല, അങ്ങനെയായി വാഹനം. അപ്പൊ സഹാബി പറഞ്ഞു, ഞാൻ പറഞ്ഞു തായ്സ ഷെയ്ത്താൻ, ഷെയ്ത്താൻ നശിക്കട്ടെ എന്ന് ഞാൻ പിശാചിനെ ശപിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖുൽ തായ്സ ഷെയ്ത്താൻ, തായ്സ ഷെയ്ത്താൻ എന്ന് നീ പറയരുത്. പിശാച് നശിക്കട്ടെ എന്നാണ് എന്റെ അർത്ഥം, അത് നീ പറയരുത്. فإنك إذا قلت ذلك تعاظم حتى يكون مثل البيت. നീ അങ്ങനെ പറഞ്ഞാൽ പിശാചിന്റെ ഒരു വിചിത്ര സ്വഭാവമാണ്. പിശാച് നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ വലുതാവും, താപം. അങ്ങനെ ഒരു വീടിന്റെ അത്രയും അവൻ വലുതാവും. കാരണം എന്നെ കൊണ്ട് അവൻ ഇങ്ങനെ അടുങ്ങാറായല്ലോ എന്നുള്ള ഒരു നിലക്ക് അല്ലാഹു അലം. അങ്ങനെ വലുതായി, സ്വയം വലുതായി മാറും. അവൻ പറയും, എന്ത് പറയും? ബിഖുവത്തി, കണ്ടോ എന്റെ ശക്തി കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. പറഞ്ഞു, വലാകിൻ ഖുൽ, നീ പറയുക ബിസ്മില്ലാ. എന്ത് പറയുക? ബിസ്മില്ലാ നീ പറയൂ. ഫഇന്നക ഇദാ ഖുൽത ദാലിക തഫാഗർ ഹത്താ യകൂന മിസ്ല الذباب. നീ ബിസ്മില്ലാ എന്ന് പറഞ്ഞാലോ അതിങ്ങനെ ചെറുതായി 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 എന്തായി മാറും? ഒരു ഈച്ചന്റെ അത്രയായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹവിന്റെ സുജൂദ് പഠിപ്പിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്. അതിലെ ഒരു ഹിക്മത്ത് നോക്കിങ്ങൾ. ശൈത്താനാണ് നമ്മൾ നിസ്കാരത്തിൽ എന്തുണ്ടാക്കുന്നത്? വസ്വാസം ഉണ്ടാക്കുന്നത്. ബാങ്ക് കൊടുക്കുമ്പോൾ ഓടും, ബാങ്ക് കഴിഞ്ഞാൽ തിരിച്ചിടും. കാമത്ത് കൊടുക്കുമ്പോൾ ഓടും, കാമത്ത് തന്നെ പിന്നെയും തിരിച്ചിടും, വസ്വാസം ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു തരും. അങ്ങനെ റക്അത്തിന്റെ എണ്ണം മറപ്പിക്കുവോളം അങ്ങനെ ചെയ്യും. പക്ഷെ അങ്ങനെ മറന്നുപോയാൽ അള്ളാഹു എന്താ കൽപ്പിച്ചത്? വീണ്ടും 2 സുജൂദ്. ഇവനീ ചെയ്ത് മുഴുവൻ നിസ്കാരം മോശമാക്കാൻ വേണ്ടി. പക്ഷെ പിന്നെ ചെയ്യുന്നതോ സുജൂദ്. സുജൂദ് എന്ന് പറഞ്ഞാൽ ശൈത്താന് ഏറ്റവും വെറുപ്പുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിലാവത്തിന്റെ സുജൂദ് നമ്മൾ ചെയ്താൽ, തിലാവത്തിന്റെ സുജൂദ് ഉണ്ടല്ലോ, ഓതിയാൽ വസ്ജുദ് എന്ന് കേൾക്കുമ്പോ നമ്മൾ സുജൂദ് ചെയ്യുന്നു. പിശാച് അത് കേട്ട ആ സുജൂദ് കണ്ടാൽ കരയും. എന്നിട്ട് പറയും,
ഇതാ അള്ളാഹു എന്നോട് പണ്ടൊരു സുജൂദ് കൽപ്പിച്ചു, ഞാനത് ചെയ്തില്ല, എനിക്ക് നരകം. ഇതാ ഇവനോട് അള്ളാഹു ഒരു സുജൂദ് കൽപ്പിച്ചു, അവനത് ചെയ്തു, അവന് സ്വർഗവുമാണല്ലോ എന്ന് പറഞ്ഞ് ശൈത്താൻ കരയും. വെറുപ്പാണ്. എന്നതുപോലെ നമസ്കാരത്തിൽ വസ്വാസം ഉണ്ടാക്കിയാൽ സുജൂദ് ചെയ്യുന്നു നമ്മൾ. അപ്പോ വസ്വാസം ഉണ്ടാക്കി അവനാണ് യഥാർത്ഥത്തിൽ അവിടെ ഇലിബ്ബനാവുന്നത്. കാരണം വീണ്ടും 2 സുജൂദാണ് അള്ളാഹുവിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിനെ ഓർത്താൽ അവൻ നിസാരനാവുന്നു, വീണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങും. അങ്ങനെയാണ് മുഅ്മിൻ ഉണ്ടാകുന്ന ഷർറ് മുഴുവൻ മുഅ്മിന് വീണ്ടും നന്മയായി മാറുന്നത്. മുഅ്മിന് തിന്മ ഉണ്ടായാൽ അവൻ വീണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. ഒരു ദുരന്തം ഉണ്ടായാൽ അപ്പൊ പിശാച് വീണ്ടും ഇലിബ്ബനായി മാറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നത് എല്ലാവരും കേട്ട ഹദീസായിരിക്കും, ഇദാ ദഖല الرجل بيته فذكر الله عند دخوله وعند طعامه قال الشيطان لا مبيت لكم ولا عشاء. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞാൽ, കയറി പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും പറഞ്ഞാൽ, രാത്രി കയറുമ്പോൾ പ്രത്യേകിച്ചും പിശാച് പറയും ലാ മബീത ലക്കും വലാ അശാ, നിങ്ങൾക്ക് ഇന്നിവിടെ താമസവുമില്ല. മബീത്ത് പറഞ്ഞ രാത്രി താമസമാണ്. രാത്രിയാണ് കൂടുതൽ അപകടം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. രാത്രി ഇരുൾ മൂടുമ്പോൾ അതിന്റെ ഷർറിൽ നിന്നും. ഒരുപാട് ഷർറുണ്ട് രാത്രി, നമ്മൾ അറിയാത്ത ഒരുപാട് ഷർറ്. അത് പൊതുവെ മനുഷ്യർക്കറിയാം. പൊതുവെ മനുഷ്യന് രാത്രി പേടിയാണല്ലോ, അല്ലെ? പകല് പോലെയല്ല. പകൽ മനുഷ്യൻ നിർഭയനായിരിക്കും, രാത്രി മനുഷ്യന് പേടി ഉണ്ടാവും. മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതാണ്. ഒരുപാട് ഷർറ് അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി യാത്ര ചെയ്യുന്നതിലെ ഷർറ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരാളും ചെയ്യുമായിരുന്നില്ല. ദൂരയാത്രകൾ നമ്മൾ രാത്രി പോകുമ്പോൾ ശ്രദ്ധിക്കണം. യാത്രയിൽ അല്ലെങ്കിൽ തന്നെ മൂന്നാളുകൾ ഉള്ളതാണ് യാത്ര. വറാക്കിബു ശൈത്താനുൻ വറാക്കിബു ശൈത്താനാൻ വസലാസതു റക്ബുൻ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു യാത്രക്കാരൻ ശൈത്താൻ, 2 യാത്രക്കാരൻ ശൈത്താനാണ്, മൂന്നുള്ള യാത്രാ സംഘം, അതാണ് യാത്രാ സംഘം. ശൈത്താനാണെന്ന് പറഞ്ഞത് ഇയാൾക്ക് അതിന്റെ പേരിൽ തിന്മ ഉണ്ടാവുന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയോ ഷർറ് വരാൻ സാധ്യത കൂടുതൽ എന്നാണ് അർത്ഥം. അല്ലാതെ അത് ഹറാമാണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടില്ല, മറിച്ച് വെറുക്കപ്പെട്ടതാണ് ഒറ്റക്ക് ദൂരയാത്ര ചെയ്യാന്നുള്ളത്. ഞാൻ ഭയങ്കര ആളാണ്, എനിക്കങ്ങനെ ആരും പേടില്ല, എന്നാലും 3 ആളുകളാണ് മിനിമം, അതാണ് യാത്രാ സംഘം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ, കയറി ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞാൽ ശൈത്താൻ പറയും നിങ്ങൾക്ക് ഇന്നിവിടെ ഭക്ഷണവുമില്ല താമസവുമില്ല. വൈദാ ദഖൽ ഫലം യദ്കുരില്ലാഹ ഇൻദ ദുഖൂലി ഖാല ശൈത്താൻ അദറക്തുമുൽ മബീത്. കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയാൻ മറന്നുപോയാൽ ശൈത്താൻ പറയും ഇന്നിവിടെ താമസം കിട്ടി. കയറി ഭക്ഷണം കഴിക്കുമ്പോഴും പറയാൻ മറന്നാൽ അദറക്തുമുൽ മബീത വൽ അശാ, ഇന്നിവിടെ താമസവും കിട്ടി ഭക്ഷണവും കിട്ടി. ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയില്ലേ, അത് കിട്ടി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതിന്റെ ഗൗരവം ആലോചിച്ച് നോക്കി. ഞാൻ ചോദിക്കട്ടെ, നമ്മളിങ്ങനെ പോകുമ്പോ നാട്ടിൽ അറിയപ്പെട്ടൊരു തെമ്മാടിണ്ട് നോക്കിക്കോ, വൃത്തികെട്ട ഒരാൾ, എല്ലാ വൃത്തിയോടും എന്റെ കയ്യിലുണ്ട്, ഒന്നും ബാക്കിയില്ല. അങ്ങനെ ഒരാളെ നമ്മൾ കയ്യും പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൂട്ടും, ഇന്ന് നമ്മുടെ വീട്ടിൽ താമസിച്ചോ പറഞ്ഞു. സുബ്ഹാന, അതിനേക്കാളും അപകടമല്ലേ ശൈത്താൻ നമ്മളെ വീട്ടിൽ കയറി താമസിക്കാന്ന് പറഞ്ഞാൽ, നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മറന്നു പോകരുത്, ശീലമായിരിക്കണം. കയറുമ്പോ ബിസ്മില്ലാ എന്ന് പറയാന്നുള്ളത്. പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ഈ 3 വാക്കുകൾ പറഞ്ഞാൽ പിശാചുക്കൾ അവനിൽ നിന്ന് മാറി നിൽക്കും. എന്നിട്ട് ചോദിക്കും കൈഫ ബിറജുലിൻ വഖദ് ഉഖിയ വഖുഫിയ വഉഖിയ, എങ്ങനെ നിങ്ങൾക്കൊരു മനുഷ്യനെ ഉപദ്രവിക്കാൻ സാധിക്കും? അയാൾക്ക് അള്ളാഹു മതിയായിരിക്കുന്നു, അള്ളാഹു അയാൾക്ക് കാവലായിരിക്കുന്നു. അയാൾക്ക് കാവൽ നൽകപ്പെട്ട, അതുപോലെ രക്ഷ നൽകപ്പെട്ട ഒരു മനുഷ്യനെ, പ്രൊട്ടക്ഷൻ നൽകപ്പെട്ട ഒരു മനുഷ്യനെ എങ്ങനെ ഉപദ്രവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് പിശാചുക്കൾ മാറി നിൽക്കും. അത് മതി ആ 3 വാക്കുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെയും വാക്കുകൾ പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് നോക്കി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അസ്ലിമ ഔ ഉസ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലൈ. കുറേ ആളുകൾക്ക് അറിയില്ല എന്നുണ്ട്, പഠിക്കണം എല്ലാവരും. റസൂലുള്ളാഹി പഠിപ്പിച്ചാണ്. നബി പുറത്തേക്ക് ഇറങ്ങിയാൽ കണ്ണ് മുകളിലേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കും, അല്ലാഹുവേ ഇനി ഔദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, അൻ അദില്ല, ഞാൻ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്നും, ഔ ഉദല്ല, ഞാൻ വഴിതെറ്റിക്കുന്നതിൽ നിന്നും, അതില്ല ഔ ഉദല്ല, എന്നെ ആരെങ്കിലും ദലാലത്തിലാക്കുന്നതിൽ നിന്നും, ഔ അസില്ല ഔ ഉസല്ല, ശരിക്കും അതിന്റെ അർത്ഥം കാലിടറി വീണു പോകാന്ന്. അങ്ങനെ ഞാൻ ആരെങ്കിലും ചെയ്യുന്നതിൽ നിന്നും, എന്നെ ആരെങ്കിലും ചെയ്യുന്നതിൽ നിന്നും.
ഞാൻ ആരോടെങ്കിലും അക്രമം അനീതി കാണിക്കുന്നതിൽ നിന്നും ദുൽമ ചെയ്യാൻ പാടില്ലല്ലോ. മദ്ലൂമിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും, ഫാസിഖാണെങ്കിൽ വരെ. ഒരു ഫാസിഖിനെയാണ് നമ്മൾ വെറുതെ ഉപദ്രവിച്ചെങ്കിൽ കൂടി അവൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കും. ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. അവന്റെ ആ ദുആയും അള്ളാഹുവിന്റെ ഇടയിൽ യാതൊരു മറയുമില്ല, നേരെ കയറി ചെല്ലും. മുആദ് ബിൻ ജബലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് കേൾക്കുമ്പോൾ പറഞ്ഞില്ലേ, ഇത്തഖി ദഅവത്തൽ മദ്ലൂം. മദ്ലൂമിന്റെ പ്രാർത്ഥന നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആളുകളെ ഉപദ്രവിക്കരുത്. ഉപകാരം അധികം ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. കയ്യുന്ന നാവിനും ജനങ്ങളെ രക്ഷപ്പെട്ടിരിക്കണം. നമ്മൾ കുടുങ്ങും. അവൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കും. നോക്കിയെതിരെ പ്രാർത്ഥിച്ചാൽ. അയാൾ അതിക്രമം ചെയ്യുന്നതിൽ നിന്നും, എന്നോട് ആരെങ്കിലും അതിക്രമം ചെയ്യുന്നതിൽ നിന്നും, അലി, ഞാൻ ജഹാലത്ത് പ്രവർത്തിക്കുന്നതിൽ നിന്നും, എന്നോട് ആരെങ്കിലും ജഹാലത്ത്, അജ്ഞത, അവിവേകം ഒക്കെ ജഹാലത്തിന് അർത്ഥമുണ്ട്, അത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് എന്തൊരു ദുആന്നാലോചിച്ച് പുറത്തിറങ്ങുമ്പോൾ എല്ലാ ഷർറിൽ നിന്നും അല്ലാഹുവിനോട് നമ്മൾ രക്ഷ തേടുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ എത്ര സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന അഹദകും ഇദാ അതാ അഹ്ലഹു ഖാല ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തനാ. ഭാര്യയുമായി ബന്ധത്തിലേർപ്പെടുമ്പോൾ, ശാരീരിക ബന്ധത്തിലേർപ്പെടുമ്പോൾ പറയണം ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തനാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് പിശാചിനെ നീ അകറ്റണമേ, ഞങ്ങൾക്ക് തരുന്ന സന്താനത്തിൽ നിന്നും അകറ്റണമേ. അല്ലെങ്കിൽ അത് ശൈത്താന്റെ പങ്കുണ്ടാവുന്ന. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വശാരിക്കും ഫിൽ അംബാലി വൽ ഔലാദ്. അവരിൽ നീ പങ്കുചേരുക, അവരുടെ സമ്പത്തിലും അവരുടെ സന്താനങ്ങളിലും. പല മുഫസ്സിറുകളും ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, എന്ത് ബിസ്മില്ലാഹ് പറഞ്ഞാൽ പിശാച് അതിൽ പങ്കെടുക്കുമെന്ന്. എന്തൊരു ഉലമാക്കൾ പറയുന്നത്, കം ജനൽ ആബാ അൽ അബ്നാ, കം ജനൽ ആബാ അൽ അബ്നാ. എത്ര ഉപ്പമാരാണ് മക്കളോട് ഈ പാതകം ചെയ്തിട്ടുള്ളത്. കുട്ടികളതിന്റെ ഫലം അനുഭവിക്കുക. അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ആ കുട്ടി പിശാചിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? എന്തായാലും മറുവശം കം ജനൽ. ഷെയ്ഖ് മഷൂറിന്റെ ദർശനം ഞാൻ നേരിട്ട് കേട്ടതാണ്. ഷെയ്ഖ് അൽബാനിയുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് അദ്ദേഹം. കം ജനൽ ആബാ അൽ അബ്നാ. എത്ര ഉപ്പമാരാണ് മക്കളോട് ഈ തെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാഹ് മറക്കരുത്, ബിസ്മില്ലാ എന്ന് പറയാൻ മറക്കരുത്. ശേഷം ഈ പ്രാർത്ഥനയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, ചിലത് മാത്രം ഓർമ്മക്ക് വേണ്ടി പറയുക. ഇത് പലപ്പോഴും നമ്മൾ മറക്കുക. അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. അല്ലെ, ടോയ്ലറ്റിലേക്ക് കയറുന്നതിന് മുമ്പ്, കയറുന്നതിന് മുമ്പാണ് പറഞ്ഞത്. അതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാ എന്ന് പറഞ്ഞിരുന്നു. സഹിഹായ റിപ്പോർട്ടിൽ തന്നെ കാണാം. സഹീഹുൽ ജാമി സഗീർ, ഇമാം ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് സഹിഹാണെന്ന് സ്ഥിരപ്പെടുത്തിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് പറയും, ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. അല്ലാഹുവേ, ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. വളരെ പ്രശ്നം എന്താണ്, കൊതുക, അതിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനു മുമ്പും ബിസ്മില്ലാ എന്നുണ്ട്. വുദു ചെയ്യുമ്പോ അല്ലെ, ബിസ്മില്ലാ. ബിസ്മില്ലാ എന്ന് പറയാത്ത വുദു പൂർണ്ണമല്ല എന്ന് വരെ ഹദീസുകളിൽ കാണാം. ബിസ്മില്ലാ എന്ന് പറയണം. ബിസ്മില്ലാ വുദുവിന് മുമ്പ്. ചില സന്ദർഭങ്ങളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി പറയണം. വുദുവല്ല. ഇപ്പോ എഴുത്ത് കത്തുകളിൽ സുലൈമാൻ നബി ഇതിലെ ആ രാജ്ഞിക്ക് കത്ത് കിട്ടിയപ്പോ എന്തായാലുള്ളത്, എന്താ അവര് പറഞ്ഞത്, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. ഇത് സുലൈമാന്റെ കത്താണ്. എന്ത് തുടങ്ങുന്നത്, എന്താ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹങ്കരിക്കണ്ട, മുസ്ലിങ്ങളായി ഇങ്ങോട്ട് വാ എന്ന് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഇവര് പറഞ്ഞു, നമുക്ക് കുറച്ച് ഈ രാജ്ഞി അവരോട് ആലോചിച്ച് എന്ത് ചെയ്യണം. അവർ പറഞ്ഞു, നഹ്നു ഉലൂ ഖുവ്വത്തിൻ വഉലൂ ബഅസിൻ വൽ അംറു ഇലൈകി ഫൻദുരി മാലാ തഅമുരീൻ. നമ്മൾ നല്ല ശക്തിയുള്ള ആളുകളാണ്, നല്ല ആയുധബലമുള്ള സൈന്യബലമുള്ള ആളുകളാണ്. കാര്യം നിങ്ങൾ തീരുമാനിച്ചോളൂ. ആ സ്ത്രീയോട് പറയണവർ, നമുക്കത് നടപ്പിലാക്കാം. അപ്പൊ അവര് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ അഫ്സദൂഹാ വജഅലൂ വഇസ്സത അഹ്ലിഹാ അദില്ല വകദാലിക യഫ്അലൂൻ. വലിയൊരു തത്വമാണത്. രാജാക്കന്മാർ ഒരു നാട്ടിൽ യുദ്ധവുമായി പ്രവേശിച്ചാൽ അവരാ നാട് നശിപ്പിക്കും. അവരെ അതിലെ വലിയ ആളുകൾ നിന്നന്മാരായി. യുദ്ധം നടന്നാൽ അങ്ങനെയാണ്.
അതുകൊണ്ട് നമുക്ക് ഹദിയ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ സുലൈമാനെ പറഞ്ഞു, ആതാനി അല്ലാഹു ഖൈറും മിമ്മാ ആതാക്കും, നിങ്ങൾക്ക് അള്ളാഹ് തന്നതിനേക്കാൾ ഖൈറ് അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്, കാത്തിരുന്നോളൂ, അങ്ങോട്ട് വരുന്നുണ്ട് സൈന്യവുമായി. മനസ്സിലല്ലോ? അപ്പൊ ഇസ്ലാമിക ഭരണകൂടം എന്തുകൊണ്ടുവരും? ദുനിയാവിലെടുത്തും ഇസ്ലാം എത്തിക്കണം. മനസ്സിലല്ലേ? അത് അള്ളാഹുവിന്റെ ദീനാണ്. ചിലപ്പോ അങ്ങനെ എത്തിക്കേണ്ടി വരും. എങ്ങനെ? പോരാടിയിട്ട് എത്തിക്കേണ്ടി വരും. അത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. മനസ്സിലല്ലേ? ഇസ്ലാമിക ഭരണകൂടം നമ്മൾ നാലാൾ പോയി ഇതുണ്ടാക്കാനല്ല. പിന്നെയോ ഇസ്ലാമിക ഭരണകൂടം അതിന് നിസ്കാരത്തിന് ഷർത്തുള്ള പോലെ സക്കാത്തിന് ഷർത്തുള്ളത് പോലെ ജിഹാദിനും ഷുറൂത്തുണ്ട്. നിസ്കാരം എത്ര വലിയ അമലാണ്, പക്ഷെ ചില കാര്യങ്ങൾ വളരെ നിസ്സാരമാണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അള്ളാഹ് സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിര്യാണിച്ചതായ വസ്ത്രം ധരിച്ച് അള്ളാഹ് നിസ്കാരത്തിലേക്ക് നോക്കൂല എന്ന് പറഞ്ഞു. നിസ്സാരമാണ് നമുക്ക് ചിലപ്പോൾ തോന്നും. എന്നതുപോലെ ജിഹാദിനും ഒരുപാട് ഷുറൂത്തുണ്ട്. പക്ഷേ പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ് യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് മുസ്ലിം രാജ്യത്ത് ആക്രമിക്കാൻ വേണ്ടി വന്ന് മാത്രമേ യുദ്ധമുള്ളൂ എന്ന് പറയുന്നത് ശരി. കാരണം അള്ളാഹുവിന്റെ ദീൻ എത്തിക്കാൻ നമ്മള് ഒരു വർഗീയതയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനാണിത്. അത് പഠിക്കണം. ഇപ്പോ അബ്ദ് അടിമ സമ്പ്രദായം ഉണ്ടല്ലോ, അതിനെപ്പറ്റി ആളുകൾ പറയാറുണ്ട് അടിമ സമ്പ്രദായം ഇസ്ലാം കൊണ്ടുവന്നതല്ല. ഇസ്ലാം വന്നപ്പോൾ അടിമ സമ്പ്രദായം ഇസ്ലാം കണ്ടതായിരുന്നു. അപ്പോൾ പടിപടിയായി അത് നിർത്താനുള്ള രീതിയാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറയും ജഹാലത്താണിത്, വിഡ്ഢിത്തം. കാരണം എന്താ? അടിമത്തം ഇസ്ലാം വന്നപ്പോ കണ്ടതല്ല, മറിച്ച് അള്ളാഹുവിന്റെ നിയമമാണെന്ത്? അള്ളാഹു ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും പഠിച്ചെന്തിനാ? അള്ളാഹുവിന് അടിമയായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ. അതിന് വിസമ്മതിച്ചവൻ, അള്ളാഹുവിന്റെ യഥാർത്ഥ ആബിദാകാൻ വിസമ്മതിച്ചവനെ എന്തു വേണം? കൊല്ലണം. അല്ലെങ്കിൽ അവർ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണം, എന്നിട്ട് അവരെ തോൽപ്പിക്കണം. അവരിൽ പിടിക്കപ്പെട്ട ആൾ പിന്നെ ആരായി മാറും? മനുഷ്യന്റെ അടിമയായി മാറും. എന്താ കാരണം? അവൻ അള്ളാന്റെ അടിമയാവാൻ വിസമ്മതിച്ചു. മനസ്സിലല്ലോ? പിന്നെ അവര് മുസ്ലിങ്ങളായി. അങ്ങനെ പിന്നെ എന്ത് വേണം? ചിലപ്പോ അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ അടിമകളെ മോചിപ്പിക്കൽ പുണ്യകർമ്മമായി വെച്ചു. അപ്പൊ ഇനിയും യുദ്ധങ്ങളുണ്ടായി. അടിമ സമ്പ്രദായം ഉണ്ടാവില്ലേ? അടിമ സമ്പ്രദായം പടിപടിയായി നിർത്തലാക്കിയതിനില്ലാതെ അല്ല, തെറ്റാണ്, ജഹാലത്താണ്. ഇസ്ലാമിന്റെ പേരിൽ ആളുകൾ വിളമ്പുന്ന ജഹാലത്തുകളാണ്. മതേതര സമൂഹത്തിൽ കുറെ ബുദ്ധിജീവികളെയും ആളുകളൊക്കെ സോപ്പടിക്കാൻ വേണ്ടി, കാരണം ഇവന് വിവരമില്ല, അതാ പ്രശ്നം. എന്താ? യഥാർത്ഥ ഇസ്ലാമിനെ പറ്റി ഇവരറിയില്ല. ഇവരിങ്ങനെ പിന്നെ ഇവിടുത്തെ നിരീശ്വരവാദികളെയും ഇവിടുത്തെ ആളുകളൊക്കെ അവരിൽ നിന്നാണ് ദീൻ പഠിച്ചത്. പലരും കമ്മ്യൂണിസത്തിൽ നിന്ന് ദീൻ പഠിച്ച ആളുകളുണ്ട്, കമ്മ്യൂണിസത്തിൽ നിന്ന് ഇസ്ലാം പഠിച്ച ആളുകളുണ്ട്. അബുൽ മൗദൂദി അവരിൽ നിന്നാണ് പഠിച്ചതെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ആ ആദർശം വെച്ച് പുലർത്തുന്ന ആളുകൾ. അള്ളാഹു ഇസ്ലാമിന്റെ വിഷയങ്ങളൊക്കെ നന്നായി പഠിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ വ്യതിയാനങ്ങളിൽ നിന്നും നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സമയമായി. അള്ളാഹു പറയുകയാണ് സൂറത്തുൽ ഇസ്രായിൽ 110-ാമത്തെ ആയത്തിൽ, ഖുൽ ഇദ്ഉല്ലാഹ ഔ ഇദ്ഉർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹു പറയുന്നു, ഖുൽ ഇദ്ഉല്ലാഹ്, നിങ്ങൾ വിളിക്കുക അല്ലാഹ്. എന്ത് വിളിക്കുക? അല്ലാഹ്, അല്ലാഹുമ്മ എന്ന് വിളിക്കുക. ഔ ഇദ്ഉ, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുക അർ റഹ്മാൻ, എന്ത്? യാ റഹ്മാൻ എന്ന് വിളിക്കുക. അയ്യമ്മാ തദ്ഉ, നിങ്ങൾ എന്ത് വിളിച്ചാലും, ഇതിലേത് വിളിച്ചാലും, ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനുള്ളതാണ് എന്ത്? അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ. അപ്പൊ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല പേരുകൾ, അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹ് എന്നതും റഹ്മാൻ എന്നതും. ഈ രണ്ട് പേരുകളും ഈ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതിൽ ഉൾപ്പെട്ടു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അതിനു മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ, വുദൂഇന്റെ സമയത്ത്, അതുപോലെ കിതാബ എഴുത്തിന്റെ സന്ദർഭത്തിൽ, അതുപോലെ ഖുത്ബ പ്രസംഗങ്ങളുടെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുൻഗാമികളിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ശേഷം ഹംദ് പറഞ്ഞു തുടങ്ങിയത്. അതുപോലെ അഖിൽ ഷുർബ്, തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ബിസ്മി മറക്കുക. അപ്പൊ ബിസ്മില്ലാഹ് എന്ന് പറയാം, റഹ്മാൻ റഹീം എന്ന് പറയേണ്ടതില്ല. ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് ഒരുപാട് വേദന ഉള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക ബിസ്മില്ലാഹ് അഊദു ബിഇസ്സത്തില്ലാഹി ഒക്കെ ബിസ്മില്ലാഹ്. റുഖിയ ചെയ്യുമ്പോൾ മന്ത്രിച്ചു കൊടുക്കുമ്പോ ബിസ്മില്ലാഹി അർഖീക്,
മിൻ കുല്ലി ഷൈഇൻ യുദീക് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക്. അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ നിനക്ക് മന്ത്രിക്കുന്നു. മിൻ കുല്ലി ഷൈഇൻ യുദീക്, നിനക്ക് പ്രയാസമുണ്ടാക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും. മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ, എല്ലാ നഫ്സിൽ നിന്നും, എല്ലാ നഫ്സിന്റെ ഷർറിൽ നിന്നും, എല്ലാ അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും. ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യുദീക് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക്, അല്ലാഹു നിനക്ക് ശിഫാ നൽകട്ടെ. ബിസ്മില്ലാഹി അർഖീക്, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ നിനക്ക് മന്ത്രിക്കുന്നു. ഞാൻ അള്ളാഹുവിന്റെ പേരിൽ ബിസ്മില്ല, അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. രാവിലെയും വൈകുന്നേരം ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി, നോക്കി ആ പ്രാർത്ഥന. ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം. ലാ യദുറു, ഉപദ്രവിക്കുകയില്ല. ഷൈഉൻ ഫിൽ അർദി, ഭൂമിയിലുള്ള ഒന്നും, വലാ ഫിസ്സമ, ആകാശത്തിലുള്ള ഒന്നും. മഅ ഇസ്മിഹി അല്ലേ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമ, അവന്റെ പേരിനോടൊപ്പം, അവന്റെ പേര് പറഞ്ഞാൽ പിന്നെ ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള ഒന്നും ഉപദ്രവിക്കുകയില്ല. വഹുവ സമീഉൽ അലീം, അവനാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവൻ. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ബിസ്മില്ലാ എന്നതിനുണ്ട്. അതിലാണ് നമ്മൾ പഠിക്കാൻ ആദ്യം തുടങ്ങുന്നത്. ഇപ്പൊ ഇതില്ലേ വിജയദശമിയിൽ എഴുത്തിനിരുത്തൽ എന്ത് കുഫറാണ്. മുസ്ലിങ്ങളായ എത്ര ആളുകൾ അതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്, ബാക്കി അടുത്ത ആഴ്ച പറയാം. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.